ഇതെൻ്റെ പച്ചക്കറിയൊക്കെ നടുന്ന സ്പേസാണ്. വലിയതൊക്കെ ചെടി എല്ലാമൊക്കെ പച്ചക്കറി പോയി. ഇതെൻ്റെ ഒരു മുളകാണ്. ഇത് നല്ലോണം ഇവിടെ തന്നെ നിൽപ്പുണ്ട്. നല്ല പടർന്ന് പന്തലിച്ച് അല്ല എന്ന് ശരിക്കും മുളക് പിടിക്കും. ഇതിൽ നല്ല മുളകാണ്. കണ്ടോ, ഉണ്ട മുളക് കണ്ടോ, നിറയെ പിടിക്കുന്ന വലിയ മരം പോലെ. 2-3 വർഷമായി ഞാൻ നട്ടിട്ട്. പിന്നെ ഒന്ന് കറിവേപ്പിലയൊക്കെ ഉള്ളു, ബാക്കിയുള്ള എല്ലാം പോയി. ഞാനിപ്പം 2 ചീര നടാൻ വേണ്ടി 2 ഈ കടയിലെ ഡോഗിൻ്റെ ഫുഡ് വരുന്ന ചാക്കാണ്. അപ്പോൾ അതിനെടുത്ത് ഇച്ചിരി കരിയില ഇട്ട് ഇനി മണ്ണൊക്കെ ഇട്ടിട്ട് ഞാൻ 2 ഇഞ്ചി നട്ട് വെച്ച് നോക്കാം. ആണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച കുറച്ച് കമ്പോസ്റ്റും ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് മേടിച്ച കുറച്ച് ചാണകപ്പൊടിയും പിന്നെ ഓൺലൈനിൽ നിന്ന് തന്നെ കുറച്ച് മണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേർത്തൊരു ഇതിൻ്റെ കൂടെ ഇവിടുത്തെ കുറച്ച് മണ്ണും കൂടെ ചേർത്ത് ചാക്കിൽ നിന്ന് നിറയ്ക്കാൻ പോവുക. ആളിപ്പോൾ ഉണ്ടേ ഉണ്ടോ, ഇത് കമ്പോസ്റ്റ് മണ്ണും എല്ലാം കൂടെ ഇത്രയും നിറച്ച് വെച്ച് വേണ്ടി വാങ്ങിച്ച ഇഞ്ചിയാണ്. നട്ട് നോക്കാം. നോക്കിയിട്ട് നന്നായിട്ടൊക്കെ വരുന്നെങ്കിൽ 2-3 ചാക്കിലും കൂടെയൊക്കെ മേടിച്ച് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ട്രൈ ചെയ്യുക. ഈ തറയിൽ ഞാൻ കുറച്ച് ചാരവും മണ്ണും ഇലയെല്ലാം ഒക്കെ ഇട്ട് മിക്സ് ചെയ്യും ഈ ഇത്രയും സ്ഥലത്ത് എപ്പോഴും. അപ്പം അതിലുള്ള മണ്ണാണ് ഞാൻ എടുത്തത്. ഇട്ട് ഞാൻ നട്ടിട്ട് 2-3 തേങ്ങ പൊതിച്ച തൊണ്ട് അവിടെ കിടന്നിങ്ങനെ എടുത്ത് സൈഡിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. ഇരിക്കട്ടെ, ഒരു ചുമ്മാ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് ഇതെല്ലാം ചകിരിയെല്ലാം ഞാൻ ഇവിടെ ഇതുപോലെ എന്തെങ്കിലും നട്ടു വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ശേഖരിച്ച് അവിടെ ഇടും. എടുത്ത് ഞാൻ പതുക്കെ ഇങ്ങനെ നട്ടുകൊടുത്തിട്ട് പറയാം. ഇഷ്ടംപോലെ ഈ ഡോഗ് ഫുഡ് വരുന്ന ചാക്ക് കിട്ടും. അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഗ്രോ ബാഗിന് പൈസ കൊടുക്കണ്ട, അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം.